സാന്ത്വനം ഭാഗം 3. രചനാ സംഭാഷണം രുദ്രപ്രിയ. ദേവയ്ക്ക് ശരീരത്തിൽ വിറയൽ അനുഭവപ്പെട്ടു. അവൾ ആകെ പരിഭ്രമിച്ചു. ഒരു വേള രുദ്രൻ തല്ലിയാലോ എന്നുവരെ ദേവ ഭയപ്പെട്ടു. ഞാൻ അറിയാതെ കയ്യിൽ നിന്ന് വീണുപോയി, സോറി. തലയും താഴ്ത്തി മുഖവും കുനിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്ന ദേവയുടെ അവസ്ഥ രുദ്രന് മനസ്സിലായി. രുദ്രൻ വേഗം ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചു ദേവയുടെ അടുത്തേക്ക് വന്നു. ദേവ അപ്പോൾ നിലത്തു നിന്നും പൊട്ടിയ ചില്ലുകൾ പെറുക്കുകയായിരുന്നു. രുദ്രനും അവൾക്കൊപ്പം പൊട്ടിയ ചില്ലുകൾ പെറുക്കാൻ തുടങ്ങി. തനിക്ക് എന്നെ പേടിയാണോ പ്രിയ? ദേവ ഞെട്ടി രുദ്രനെ നോക്കി. ദേവ രുദ്രൻ്റെ പ്രിയ എന്നുള്ള വിളിയിൽ തറഞ്ഞിരിക്കുകയായിരുന്നു. ദേവ രുദ്രനെ തന്നെ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. ദേവയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലുകൾ തീർത്തൊഴുകി. എന്തു പറ്റി പ്രിയ? താൻ എന്തിനാ കരയുന്നേ? അച്ഛൻ മാത്രമേ എന്നെ പ്രിയ എന്ന് വിളിക്കുകയുള്ളൂ. ദേവേട്ടൻ പെട്ടെന്ന് പ്രിയ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അച്ഛനെ ഓർത്തുപോയി. രുദ്രൻ അവളുടെ ദേവേട്ട എന്നുള്ള വിളിയിൽ സർവ്വ കിളികളും പോയി ഇരിക്കുകയാണ്. സ്ഥലകാലബോധം വന്നപ്പോഴേക്കും ദേവ അവിടെ മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചതിന് താൻ മറുപടിയൊന്നും പറഞ്ഞില്ല പ്രിയ. രുദ്രൻ കൈകൾ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി ദേവയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തനിക്കെന്നെ പേടിയാണോ? അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് അതെ എന്ന് തലയാട്ടി. താനെന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാനെന്താ അത്രയ്ക്ക് ഭീകരനാണോ? ദേവയുടെ ചുണ്ടിൽ ഇപ്പോൾ ചെറുതായി ചിരി വിരിഞ്ഞു. രുദ്രൻ അവളെ തന്നെ നോക്കി നിന്നു. ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴി തന്നെ അവളിലേക്ക് ആകർഷിക്കുന്നു. തൻ്റെ ചുണ്ടുകളാൽ ആ നുണക്കുഴിയുടെ ആളം അഴക്കാൻ രുദ്രൻ്റെ ഉള്ളം തുടിച്ചു. ദേവ നോക്കുമ്പോൾ രുദ്രൻ തന്നെ നോക്കുന്നു. അച്ഛനെ അല്ലാതെ ഒരു പുരുഷനെയും ഇത്ര അടുത്ത് കാണുന്നതും മിണ്ടുന്നതും ആദ്യമായിട്ടാണ്. കുഞ്ഞിക്കാപ്പി കണ്ണുകളാണ് രുദ്രന്. ക്ലീൻ ഷേവ്, കട്ടി മീശ നന്നായി പിരിച്ചു വച്ചിട്ടുണ്ട്. മുടി നന്നായി വെട്ടിയൊതുക്കി ഇട്ടിരിക്കുന്നു. കട്ടിയുള്ള പുരികക്കൊടികളും നീണ്ട മൂക്കും. രുദ്രൻ അവളുടെ നോട്ടവും മുഖത്ത് വിരിയുന്ന ഭാവവും കണ്ട് ചിരി വന്നു. പുതിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടി അതിനെ നോക്കുന്നത് പോലെയുണ്ട്. പ്രിയ ആ വിളിയാണ് അവളെ ഉണർത്തിയത്. താൻ ഇത്രയും നേരം ദേവേട്ടനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നോർത്ത് അവൾക്ക് ജാള്യത തോന്നി. ഇപ്പോൾ പേടി മാറിയോ? അവളൊന്നും മിണ്ടിയില്ല. ശരി, താൻ പൊയ്ക്കോ. എനിക്ക് തന്നെ പ്രിയ എന്ന് വിളിക്കാമല്ലോ അല്ലേ? അതിന് ഒരു ചിരിയായിരുന്നു ദേവയുടെ മറുപടി. രാത്രിയിൽ ദേവയുടെ മുന്നിലൂടെ രുദ്രൻ്റെ വാക്കുകൾ ഓടി മറിഞ്ഞു. ദേവേട്ടനെ കാണുമ്പോൾ തനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്താണൊരു പരിഭ്രമം? ആ മുഖത്തേക്ക് നോക്കാനും ആ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനും കഴിയാത്തത് ഓരോ സംശയവും കൂടിയും ദേവയുടെ മനസ്സ് കടന്നുപോയി. രുദ്രൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നവൾ ഇപ്പോൾ ഒരു ചുമരിൻ്റെ വ്യത്യാസത്തിൽ അവളുണ്ട്. അവളുടെ ദേവേട്ട എന്നുള്ള വിളി തന്നെ നോക്കി നിന്ന ദേവയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രുദ്രൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. രുദ്രൻ മീശ ചെറുതായി കടിച്ചു പിടിച്ച് ഓരോന്നോർത്ത് കിടന്നു. രാവിലെ മഹിയാണ് ഗോപുവിനെയും ദേവയെയും കോളേജിൽ കൊണ്ടുചെന്നാക്കിയത്. ക്ലാസ്സിൽ കയറും മുമ്പ് കണ്ടു. ഫൈനൽ ഇയർ കുട്ടികളിൽ ചിലർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. കോളേജിലെ ഏറ്റവും തലതെറിച്ച ഫ്രെഡിയുടെയും ഡെറിക്കിൻ്റെയും ഗ്രൂപ്പിലെ കുട്ടികൾ ജൂനിയർ പിള്ളേരെ റാഗ് ചെയ്യുന്നെന്നോ മറ്റോ. ദേവയും ഗോപുവും ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴാണ് അറിയിപ്പ് വരുന്നത്, എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലാൻ. കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുണ്ടെന്ന്. സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം. അത് കേട്ടതും കുട്ടികൾ മുഴുവനും ഓഡിറ്റോറിയത്തിലെത്തി. ടീച്ചേഴ്സും പ്രിൻസിയും ഒക്കെയുണ്ട്. വിശിഷ്ട അതിഥി ഉടനെ തന്നെ എത്തുമെന്നും പ്രോഗ്രാം ഉടനെ ആരംഭിക്കണമെന്നും അനൗൺസ്മെൻറ്റ് വന്നു. ദേവയും ഗോപുവും ഏകദേശം ഫ്രണ്ടിൽ തന്നെ ചെന്നിരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും അന്നത്തെ കോളേജ് യൂണിയൻ ചെയർമാനും നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരവുമായ യുവ IPS ഓഫീസർ രുദ്രദേവ പ്രതാപവർമ്മയെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദേവയും ഗോപുവും ഒരുപോലെ ഞെട്ടി നോക്കുമ്പോഴുണ്ട് യൂണിഫോമിൽ മീശയും പിരിച്ച് അതാ വരുന്നു രുദ്രൻ. പെൺകുട്ടികൾ മുഴുവനും ആരാധനയോടെ നോക്കുന്നുണ്ട്. ഗോപുവും ദേവയും മുഖത്തോട് മുഖം നോക്കി. ദുഷ്ടൻ ഒരു വാക്ക് പറഞ്ഞില്ല ഇന്ന് വരുന്ന വിവരം. വീട്ടിൽ അങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗോപു ആരാണെന്ന്. അവളുടെ പറച്ചിലും ഭാവവും ഒക്കെ കണ്ടപ്പോൾ
ദേവയ്ക്ക് അത് കണ്ട് ചിരി വന്നു. ഓരോരുത്തരായി വന്ന് പ്രസംഗകലയിൽ അവർക്കുള്ള പ്രാതിനിധ്യം തെളിയിച്ചു. അവസാനം രുദ്രൻ്റെ ഊഴമെത്തി. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ മിസ്റ്റർ രുദ്രദേവ പ്രതാപവർമ്മയെ സ്വാഗതം ചെയ്യുന്നു. രുദ്രൻ മൈക്കിനടുത്തേക്ക് വരുന്നതും ഓഡിറ്റോറിയം മുഴുവൻ ആരവമായിരുന്നു. രുദ്രൻ ചുരുങ്ങിയ വാക്കുകളിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. രുദ്രൻ്റെ കോളേജ് ജീവിതം വരെ വന്നെത്തി ആ പ്രസംഗം. പെൺകുട്ടികളിൽ ആർക്കൊക്കെയോ രുദ്രൻ്റെ വിവാഹം കഴിഞ്ഞതാണോ എന്നാണ് സംശയം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 1-2 ആൾക്കാർക്ക് സംശയങ്ങൾ ചോദിക്കാം. സാർ, ഒരു കാര്യം. പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ശ്രേയ, ഒരു തലതെറിച്ച പെണ്ണ്. അവൾ ചാടി എണീറ്റു. സാർ മാരീഡാണോ? ഓഡിറ്റോറിയം മുഴുവനും ബഹളമായി. രുദ്രൻ ഒന്ന് ചിരിച്ചു. കുറച്ചു നേരം കണ്ണുകൾ കുട്ടികൾക്കിടയിൽ പരതി. പെട്ടെന്ന് ഗോപുവിൻ്റെ അടുത്തിരിക്കുന്ന ദേവിയിൽ കണ്ണുടക്കി. അല്ല, ഞാൻ മാരീഡ് അല്ലല്ലോ. അപ്പോഴുണ്ട് അടുത്ത ചോദ്യം, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന്. ആ ചോദ്യത്തിന് രുദ്രൻ ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ചു. ഗോപുവിന് ആകെ വിറഞ്ഞു കയറുകയാണ്. ഈ കോളേജിൽ തന്നെയാണ് എൻ്റെ അനിയത്തിയും പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ ലിറ്ററേച്ചർ ക്ലാസ്. ഗോപിക വർമ്മ. ഗോപികയുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾ ഗോപികയെ അസൂയയോടെ നോക്കി. ദേവ, ആ ശ്രേയയ്ക്ക് എന്താടി കുഴപ്പം? അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്? കല്യാണം കഴിഞ്ഞതാണോ? പ്രേമമുണ്ടോ? പരിപാടി കഴിഞ്ഞ് രുദ്രൻ വേഗം പുറത്തേക്കിറങ്ങി കാറിനടുത്തേക്ക് നീങ്ങുമ്പോഴുണ്ട് ഗോപുവും ദേവയും വരുന്നു. എന്താടി കറങ്ങി നടക്കുന്ന? ഗോപുവിനെ നോക്കിയാണ് ചോദ്യം. ഏട്ടൻ എന്താ എന്നോട് പറയാത്തത്? ഇന്ന് കോളേജിൽ വരുന്ന കാര്യം? അതാണോ? ഞാൻ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് പ്രിൻസി വിളിച്ചത്. പിണക്കമാണോ ഏട്ടൻ്റെ കുട്ടി? രുദ്രൻ ഗോപുവിനെ ചേർത്ത് പിടിച്ചു. കൂട്ടത്തിൽ ദേവയെ നോക്കി പുഞ്ചിരിക്കാനും മറന്നില്ല. ശരി, എന്നാൽ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. രാത്രിയിൽ രുദ്രൻ കോളേജിൽ വന്ന വിവരങ്ങൾ മാലുവിനോട് പങ്കുവയ്ക്കുകയാണ് ഗോപു. കേട്ടോ അമ്മേ, ഏട്ടനെ കണ്ടപ്പോൾ പെമ്പിള്ളാരുടെ മുഖം കാണണമായിരുന്നു. കോളേജ് മുഴുവൻ ഏട്ടൻ്റെ ഫാൻസാണ്. ഒരു തലതെറിച്ച സാധനമുണ്ട്, ഫൈനൽ ഇയർ പഠിക്കുന്ന ശ്രേയ. അവൾ എണീറ്റ് ചോദിക്കുക ഏട്ടൻ മാരീഡാണോ എന്ന്. അല്ല എന്ന് പറഞ്ഞപ്പോൾ പ്രേമമുണ്ടോന്നു. എനിക്ക് വിറഞ്ഞു കയറി വന്നതാ. അമ്മേ, നമുക്ക് ദേവയെ കൊണ്ട് ഏട്ടനെ കെട്ടിച്ചാലോ? ദേവയും മാലുവും ഗോപുവിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടി. അമ്മ എന്തിനാ ഞെട്ടുന്നേ? ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞതാ. മാലിനി ചിരിച്ചുകൊണ്ട് ദേവയുടെ അടുത്തേക്ക് നീങ്ങി. എനിക്ക് 100 വട്ടം സമ്മതമാണ് എൻ്റെ സീതയുടെ മോളെ എൻ്റേതാക്കാൻ. ദേവിയുടെ മുഖത്ത് വിരിഞ്ഞ ചുവപ്പ് മാലുവും ഗോപുവും ശ്രദ്ധിച്ചു. അമ്മയെ നോക്ക്, ദേവയ്ക്ക് നാണം വരുന്നു. ദേവ വേഗം ഓടി റൂമിലേക്ക് പോയി. രാത്രിയിൽ ഗോപു പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ദേവ. ഓർക്കുമ്പോൾ പെണ്ണിൻ്റെ കവിളിൽ ചുവപ്പ് പടരും. ഗോപു മൊബൈലെടുത്ത് വാട്സാപ്പ് ഓൺ ചെയ്ത് തുരുതുരെ മെസ്സേജാണ്. എവിടെയാണ് സർ? ഒരു വിവരവുമില്ലല്ലോ. പെട്ടെന്ന് മെസ്സേജ് റീഡായി റിപ്ലൈ വന്നു. എൻ്റെ വിവരമാണോ? അല്ലേ നിന്നെ കാണാൻ കിട്ടാത്തത്? നമ്മളെയൊക്കെ മറന്നു കാണും. അങ്ങനെ മറക്കാൻ കഴിയുമോ ഗോപുവിന്? അവളുടെ മറുപടി കേട്ടപ്പോൾ വിഷമമായോ പെണ്ണേ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ വീഡിയോ കോളിൽ വരാം. പെട്ടെന്ന് കോൾ വന്നതും ഗോപു ആൻസർ ബട്ടൺ ഞെക്കി. സിദ്ധുവേട്ടാ, ഏട്ടനത് എവിടെയാ? ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. നിൻ്റെ ചേട്ടൻ ഒരു അർജൻറ്റ് മീറ്റിങ്ങിലാണ്. അതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് ഇട്ടത്. എത്ര ദിവസമായി കണ്ടിട്ട്? സിദ്ധുവേട്ട എത്ര നാളായി വീട്ടിലേക്ക് വന്നിട്ട്? വരാമടി. നിൻ്റെ ചേട്ടൻ IPSൻ്റെ അത്രയും തുറക്കുന്നില്ലെങ്കിലും ഞാനൊരു CI അല്ലേ, സർക്കിൾ ഇൻസ്പെക്ടർ സിദ്ധാർത്ഥ്. അതിൻ്റെ തിരക്കും ജോലിയൊക്കെ എനിക്കും കാണും. ഓ, ഞാനൊന്നും പറയുന്നില്ല. ഡി ഗോപു, നിൻ്റെ വീട്ടിലറിയുമ്പോൾ കുഴപ്പമാവുമോ? ഏട്ടൻ അറിയാം എന്നുള്ളതാണ് ആകെ സമാധാനം. പഠിത്തത്തിൽ എഴുപ്പിയാൽ ഏട്ടൻ പാരയാകും. നീ ഫോൺ വെച്ചേ. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട്, നിന്നെ പഠിക്കുന്ന സമയത്ത് വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. ഫോൺ വെച്ചിട്ട് പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. അവൾ കൊഞ്ചാൻ വന്നേക്കുന്നു. സിദ്ധാർത്ഥ് കലിപ്പ് മോഡ് ഓണാക്കി. താൻ എന്തൊരു ദുഷ്ടനാടോ കാർക്കോടക, കള്ള പോലീസേ. ഇനി ഗോപു ഒന്നും വിളിച്ചുകൊണ്ട് പുന്നാരം പറയാൻ വായോ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ദേവ രാവിലെ നേരത്തെ ഉണർന്ന് ഫ്രഷായി. അമ്മയുടെ ഒരു പുളിയരക്കര നേരിയതും മുണ്ടും എടുത്തു കൊടുത്ത് മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തി. കണ്ണുകൾ രണ്ടും വാലിട്ടെഴുതി ചുവന്ന പൊട്ടു തൊട്ടു. കണ്ണാടിയിൽ ഒന്ന് നോക്കി. കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. മേശപ്പുറത്തിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കയ്യിലെടുത്തു. എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ട് ഇന്നെൻ്റെ പിറന്നാളാണ്. ഞാൻ മാത്രം ഫോട്ടോ താഴെ വെച്ച് വേഗം മുറിയിൽ നിന്നിറങ്ങി പൂജാമുറിയിൽ ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. നെറ്റിയിൽ ഒരു നുള്ളു ഭസ്മം ചാർത്തി. കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. നേരെ കിച്ചണിലേക്ക് പോയി. മലുവമ്മേ, ഇന്നമ്മയുടെ മോള് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായല്ലോ. എന്താ മോളെ, എന്തിനാ എൻ്റെ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? കരഞ്ഞു പോ ദേവാ.
മാലു ദേവയെ കെട്ടിപ്പിടിച്ചു. ദേവ, എന്തു പറ്റി മോളെ? എന്തിനാ ഇത്രയും സങ്കടം? ഇന്നെൻ്റെ പിറന്നാളാണ്. അതിനാണോ ഇത്രയും സങ്കടം? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? മാലു ദേവയുടെ കവിളിൽ അമർത്തി ഉമ്മോച്ചു. ഞാൻ ആരോരുമില്ലാത്തവളായിട്ട് ആദ്യ പിറന്നാൾ. എൻ്റെ അമ്മയും കൂടി പോയപ്പോൾ ഞാൻ പിന്നെ ആരാ മോളെ നിൻ്റെ? മാലു അവളോട് കൃത്രിമ ദേഷ്യത്തോട് ചോദിച്ചു. എൻ്റെ മാലുവമ്മയല്ലേ? ഇങ്ങനെ കരഞ്ഞാൽ എൻ്റെ സീതയ്ക്ക് സങ്കടമാവും. എൻ്റെ മോള് വായോ. മാലു ദേവയെയും കൂട്ടി ഹാളിലേക്ക് വന്നതും രുദ്രൻ നിറഞ്ഞ ചിരിയുമായി നിൽക്കുന്നു. ജന്മദിനാശംസകൾ പ്രിയ. മാലു രുദ്രൻ്റെ പ്രിയ എന്ന വിളി ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണിലെ തിളക്കവും. താങ്ക്സ് ദേവേട്ട. മാലു രണ്ടുപേരെയും മാറി മാറി നോക്കി. നീ എങ്ങനെ അറിഞ്ഞു ഇന്ന് ദേവമോളുടെ പിറന്നാളാണെന്ന്? മാലു അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു. അമ്മയും പ്രിയയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് തരാമായിരുന്നു. മാലു ദേവയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. മഹി അത്യാവശ്യം ഫയലൊക്കെ നോക്കുകയാണ്. മാലു ദേവയെ ബെഡിലിരുത്തി അലമാര തുറന്ന് ഒരു ആമാടപ്പെട്ടി കയ്യിലെടുത്തു. അതിൽ നിന്നും 2 വളകളും ഒരു മുല്ലമൊട്ട് മാലയും എടുത്തു. ഇന്ന് എന്താടോ വിശേഷം? മോളാകെ സുന്ദരിയായിട്ടുണ്ടല്ലോ സാരിയിൽ. മഹിയേട്ടാ, ഇന്ന് ദേവമോളുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. മഹി ദേവയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കണ്ണിങ്ങനെ നിറയ്ക്കരുതെന്ന്. മഹി ബാഗിൽ നിന്നും ഒരു പാക്കറ്റ് പുറത്തേക്കെടുത്ത് ദേവയുടെ കയ്യിൽ കൊടുത്തു. പിറന്നാളാണെന്നറിയാതെ ഞാൻ ഇന്നലെ മോക്ക് വേണ്ടി വാങ്ങിയതാ. എൻ്റെ കുട്ടി, ആ പാക്കറ്റ് ഒന്ന് തുറന്നു നോക്ക്. മഹി പറയുമ്പോൾ ദേവ പാക്കറ്റ് വാങ്ങി തുറന്നു നോക്കി. ഒരു ഐഫോൺ ആയിരുന്നു. മോൾക്ക് ഫോണില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയതാ. ഇതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത്രയും വിലയുള്ളതൊന്നും വേണ്ടായിരുന്നു അച്ഛാ. മോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടമായോ അത് മാത്രം പറഞ്ഞാൽ മതി. മാലു വേഗം മാലയും വളയും ദേവയെ അണിയിച്ചു. ഇതെൻ്റെ മോക്കുള്ള അമ്മയുടെ സമ്മാനമാണ്. ദേവയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടോ ഈശ്വരന്മാരെ? ഇതിൽ കൂടുതലുമുണ്ട്. നിനക്ക് എന്ത് തന്നാലും ഞങ്ങൾക്ക് മതിയാവില്ല. ഇനി കരഞ്ഞു നിൽക്കാതെ വന്നേ. നമുക്ക് ഈ ബർത്ത്ഡേ അടിച്ചു പൊളിക്കണം അല്ലേ മഹിയേട്ടാ? പിന്നല്ലാതെ. എവിടെ ഗോപു? അവൾ എണീറ്റ് കാണില്ല. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ദേവ ഗോപുവിനെ വിളിക്കാനായി മുറിയിലേക്ക് പോയി. പാവം കുട്ടി അല്ലേ മഹിയേട്ടാ? ഡി ഗോപു, എണീറ്റേ. എടി പെണ്ണേ, എഴുന്നേക്കാൻ. പോ സിദ്ധുവേട്ടാ, കളിയാക്കാതെ. ദേവനൊന്ന് ഞെട്ടി. ദേവ പിന്നെ ഒന്നും നോക്കിയില്ല. ജാറിലിരുന്ന വെള്ളം മുഴുവനും എടുത്ത് അവളെ തലയിൽ കൂടി ഒഴിച്ചു. അയ്യോ! അലറി വിളിച്ചുകൊണ്ട് ഗോപു ഉണർന്നു. മുന്നിൽ നിൽക്കുന്ന ദേവയെ കണ്ട് കണ്ണു മിഴിച്ചു നോക്കി. ഇതാരാ? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? എടി സത്യം പറ, ആരാ ഈ സിദ്ധു? സിദ്ധുവോ? സിദ്ധുവോ അല്ല, സിദ്ധാർത്ഥ്. എനിക്കറിയില്ല. പിന്നെ നീ എന്തിനാ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പിച്ചുമ്മയും പറഞ്ഞത്? ഞാനെന്ത് പറയാനാ? ഞാനൊന്നും പറഞ്ഞില്ല. നീ ആളാരാണെന്ന് പറയുന്നുവോ അതോ ഞാൻ മാലു അമ്മയെ വിളിക്കണോ? ഗോപു നന്നായി ഒന്ന് വിളിച്ച് കാണിച്ചു. അമ്മയെ വിളിക്കണ്ട. ഏട്ടൻ്റെ കൂട്ടുകാരനാ സിദ്ധുവേട്ടൻ. CI ആണ്. കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. ഏട്ടനും അറിയാം, അച്ഛനും അമ്മയ്ക്കും അറിയില്ല. പറയാൻ സമയമായില്ല. ദേവ, നീ ആരോടും പറയല്ലേ. ഞാൻ ആരോടും പറയില്ല. നീ എഴുന്നേറ്റ് വാ. ഇതെന്താ എൻ്റെ ദേവ ഇന്ന് സാരിയൊക്കെ ഉടുത്ത്? ഇന്നെൻ്റെ പിറന്നാളാണ് പെണ്ണേ. ഗോപു ദേവയെ കെട്ടിപ്പിടിച്ച് കവിളിലും മാറി മാറി ഉമ്മവിച്ചു. ഹാപ്പി ബർത്ത്ഡേ ദേവ. സന്തോഷം കൊണ്ട് ദേവയുടെ കണ്ണുകൾ നിറഞ്ഞു. ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടപ്പുറപ്പുകളായി മാറിയിരുന്നു. ദേവ അച്ഛൻ കൊടുത്ത ഫോണും അമ്മ കൊടുത്ത മാലയും വളയും ഒക്കെ ഗോപുവിന് കാണിച്ചു കൊടുത്തു. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ദേവയുടെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കമായ സ്നേഹം ഗോപു നോക്കി കാണുകയായിരുന്നു. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ദേവ. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി, എൻ്റെ ഏട്ടത്തിയമ്മയായി നീ മതി. ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഗോപു മനസ്സിൽ ഉറപ്പിച്ചു. സ്വപ്നം കാണാതെ എഴുന്നേറ്റ് കുളിക്ക് പെണ്ണേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദേവയും ഗോപുവും ഇന്ന് കോളേജിൽ പോകണ്ട. ഈ അമ്മ ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു സദ്യ ഉണ്ടാക്കണം. ദേവ, നീ ഇന്ന് സിധുവിനെ കൂടി ഉച്ചയ്ക്ക് വരണം. തിരക്കൊക്കെ മാറ്റിവെച്ച് മഹിയേട്ടനും ഇവിടെ ഉണ്ട്. ഇന്ന് ദേവമോളുടെ പിറന്നാളായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. സിദ്ധുവേട്ടനെ കൂട്ടുന്ന കാര്യം പറയുന്നത് കേട്ടപ്പോൾ ഗോപുവിനാകെ സന്തോഷമായി. അവളുടെ മുഖം വിടർന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.